അലൈഹിസ്സലാം റബ്ബിനോട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു. വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്തി റബ്ബനാ തഖബ്ബൽ മിന്നാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ സഹായത്തോടെ പരിശുദ്ധമായ കഅബയുടെ പുനർനിർമ്മാണം നടത്തിയപ്പോൾ ആ രണ്ട് മഹാന്മാർക്കും റബ്ബിനോട് പറയാനുണ്ടായിരുന്നത് റബ്ബനാ തഖബ്ബൽ മിന്നാ. അല്ലാഹുവേ, ഇത് നീ സ്വീകരിക്കണമെന്നായിരുന്നു. അപ്പോൾ അല്ലാഹു സ്വീകരിക്കാൻ വേണ്ടി, അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി, അവന്റെ വജ്ഹിന് വേണ്ടിയായിരിക്കണം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും. അതല്ല അല്ലാഹുവിന് വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയോ ജനങ്ങളുടെ പ്രശംസക്ക് വേണ്ടിയോ നാം ചെയ്താൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആ മനുഷ്യനെ ഒരു ദിവസമല്ലെങ്കിൽ മറ്റൊരു ദിവസം ജനമധ്യത്തിൽ അല്ലാഹു നാണക്കെടുത്താതെ ആ മനുഷ്യൻ മരിക്കൂല. അല്ലാഹുവിന് വേണ്ടിയാണ് നാം ദാനം കൊടുക്കുന്നത്, അല്ലാഹുവിന് വേണ്ടിയാണ് നാം വഅദ് പറയുന്നത്, അല്ലാഹുവിന് വേണ്ടിയാണ് ദീനീ ഖിദ്മത്തുകൾ നടത്തുന്നത്, അല്ലാഹുവിന് വേണ്ടിയാണ് സമുദായത്തിന്റെ സേവനം ചെയ്യുന്നത്. ആ സമയത്ത് അല്ലാഹുവിന്റെ തൃപ്തിയല്ലാതെ ജനങ്ങളുടെ പ്രശംസയോ ജനങ്ങളുടെ പുകഴ്ത്തലോ ഒരു മനുഷ്യൻ കരുതിയാൽ അല്ലാഹു ആ മനുഷ്യനെ ഫളിഹത്താക്കും, ആ മനുഷ്യൻ അല്ലാഹു നാണക്കെടുത്തുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പോൾ വഫ്അലുൽ ഖൈറ ലഅല്ലകും തുഫ്ലിഹൂൻ, എന്തെല്ലാം നല്ലത് ചെയ്യുന്നുണ്ടോ അതെല്ലാം റബ്ബിന്റെ മുമ്പിൽ വിജയിക്കാൻ, റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി, റബ്ബിന്റെ വജ്ഹിന് വേണ്ടി മാത്രമായിരിക്കണം. ഇനി ഒരു മനുഷ്യൻ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, അദ്ദേഹം ധാരാളം ഇബാദത്ത് ചെയ്യുന്നു, ധാരാളം സൽക്രമങ്ങൾ ചെയ്യുന്നു, ദാനധർമ്മങ്ങൾ കൊടുക്കുന്നു, ഖുർആൻ ഓതുന്നു, സമുദായത്തിന്റെ സേവനം ചെയ്യുന്നു. പക്ഷെ ആ സമയത്ത് ആ മനുഷ്യന്റെ ഹൃദയത്തിലുള്ള ഉദ്ദേശം അല്ലാഹുവിന്റെ തൃപ്തിയാണ്. ഇത് ആരും അറിഞ്ഞുകൂടാ. ജനങ്ങൾക്ക് ഞാൻ കൊടുക്കുന്ന ദാനം എത്രയാണെന്ന് ജനങ്ങൾ അറിഞ്ഞുകൂടാ. എന്റെ ഇബാദത്ത് ജനങ്ങൾ മനസ്സിലാക്കിക്കൂടാ. ഞാൻ ചെയ്യുന്ന നല്ലത് ജനങ്ങൾ കണ്ടുകൂടാ എന്ന നിലക്ക് ജനങ്ങൾ അറിയാത്ത വിധത്തിൽ അദ്ദേഹം ഖൈറായ കാര്യങ്ങൾ ചെയ്യുന്നു. കാരണം അദ്ദേഹത്തിന് റബ്ബിന്റെ തൃപ്തി മാത്രമാണ് ആ മനുഷ്യൻ ആഗ്രഹിക്കുന്നത്, റബ്ബ് നൽകുന്ന പ്രതിഫലം മാത്രമാണ് ആ മനുഷ്യൻ നൽകുന്നത്. അങ്ങനെ ആരും അറിയാതെ ധാരാളം ഖൈറായ കാര്യം ഈ മനുഷ്യൻ ചെയ്യുന്നു. എന്നാൽ ആ മനുഷ്യൻ നല്ലത് എത്ര ചെയ്തിട്ടുണ്ടോ അതിന്റെ കണക്കനുസരിച്ച് ജനങ്ങൾ ഈ മനുഷ്യനെ പ്രശംസിക്കുന്ന ഒരു അവസ്ഥ അദ്ദേഹത്തിന്റെ മരണത്തിന് മുമ്പ് അല്ലാഹു ആ മനുഷ്യനിക്ക് ഉണ്ടാക്കി കൊടുക്കുമെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലാഹുവിന്റെ മഹത്തുക്കളായ ഔലിയാക്കൾ, ഇവിടെ മറപ്പെട്ടെടുക്കുന്ന മഹാന്മാരായ ഔലിയാക്കൾ, അതുപോലെയുള്ള മഹാന്മാരായ ഔലിയാക്കൾ, ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹാനായ ടി.എച്ച്. ഉസ്താദ് ജീവിതത്തിൽ ധാരാളം ഖൈർ അവർ ചെയ്തു. പക്ഷെ ആ ഖൈറായത് ചെയ്യുമ്പോൾ അവരുടെ മനസ്സിലുള്ള ആഗ്രഹം അല്ലാഹു ഇത് സ്വീകരിച്ച് എനിക്ക് പ്രതിഫലം നൽകണമെന്നായിരുന്നു, അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയായിരുന്നു അവരത് ചെയ്തത്. അല്ലാഹു നൽകുന്ന പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടായിരുന്നു അവരത് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹു അവരെ ദുനിയാവിൽ നാണക്കെടുത്തിയില്ല.
അള്ളാഹു അവരെ ദുനിയാവിൽ അതാ എല്ലാവരും ഒരു പുകഴ്ത്തുന്ന ഒരു അവസ്ഥയിലേക്ക് അവരെ എത്തിച്ചു. അവരുടെ മരണാനന്തരവും ജനങ്ങൾ അവരെ പുകഴ്ത്തുന്ന ഒരു അവസ്ഥ, ആ ഒരു നിഅ്മത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകി. അതാരാണ് പറഞ്ഞത്? ഇങ്ങനെ ഒരാൾ അല്ലാഹുവിന് വേണ്ടി നല്ലത്